ഹായ് ഓൾ, ഇറ്റ്സ് മീ അനുശ്രീ. വെൽക്കം ടു ഈസി സ്കൂൾസ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു ടാസ്ക് ഓറിയൻറ്റഡ് ആണ്. നിങ്ങൾക്ക് സെക്കൻഡ് സെമ്മിൽ സൈക്കോളജിയിലുള്ളൊരു ടാസ്ക്കാണ് ലേണിംഗ് സ്റ്റൈൽ പ്രിഫറൻസസ് ഇൻ ചിൽഡ്രനെ കുറിച്ച് ചെയ്യാന്നുള്ളത്. സോ നമ്മുടെ വൺ ഓഫ് ദി സബ്സ്ക്രൈബേഴ്സ് ഈ ടാസ്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ വിശദീകരിച്ച് ഒരു ഹെൽപ്പിംഗ് വീഡിയോ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തിരുന്നു. സോ അതായിരിക്കും നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. So the topic is conduct a study on style preferences and learning in a group of 15 to 20 children using any tool on learning style. സോ നമുക്കറിയാം ഏറ്റവും ആദ്യം ഏതൊരു ടാസ്ക് ചെയ്യുമ്പോഴും ഒരു ഇൻട്രഡക്ഷൻ വേണം ആ ടാസ്കിന്. അപ്പോൾ ആ ഇൻട്രഡക്ഷനിൽ ആസ് പാർട്ട് ഓഫ് ദ ബി എഡ് കരിക്കുലം നിങ്ങളുടെ ഇന്ന പേപ്പറിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ടാസ്ക് ഉണ്ട്. സോ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾ അതിൽ പറയുക. ടു കണ്ടക്ട് എ സ്റ്റഡി ഓൺ സ്റ്റൈൽ പ്രിഫറൻസസ് ഇൻ ലേണിംഗ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് 15 to 20 ചിൽഡ്രൻ. ആൻഡ് ആ ഇൻട്രഡക്ഷനിൽ തന്നെ എനി ടൂൾ എന്നാണ് നിങ്ങളുടെ ടോപ്പിക്. സോ നിങ്ങൾ ഏത് ടൂളാണോ യൂസ് ചെയ്തിട്ടുള്ളത് ആ ടൂൾ നിങ്ങൾക്ക് ഇൻട്രഡക്ഷനിൽ പറയാവുന്നതാണ്. ക്വസ്റ്റനെയർ ആണോ, ഇൻ്റർവ്യൂ ആണോ, ഒബ്സർവേഷൻ ആണോ, ഏത് ടൂൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ആ സ്റ്റഡി കണ്ടക്ട് ചെയ്തത് എന്നതുകൂടി ആ ഇൻട്രഡക്ഷനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആൻഡ് ദെൻ എമംഗ് വിച്ച് ചിൽഡ്രൻ എന്നും കൂടി 15 to 20 ചിൽഡ്രൻ ഓഫ് യുവർ നെയ്ബർഹുഡ് ആണോ, ഫാമിലി ആണോ, ഓർ പിയർ ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ തന്നെയാണോ നിങ്ങൾ ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്തത് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ അതും കൂടി അതിൽ ഇൻട്രഡക്ഷനിൽ ആഡ് ചെയ്യണം. ബിക്കോസ് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു സ്കൂളിൽ പോയിട്ടായിരിക്കില്ല ഈ ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ നെയ്ബർഹുഡ് ആൻഡ് ഫാമിലി അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കാം. സോ എവിടെ നിന്നാണ് വിച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഇടയിലാണ് നിങ്ങൾ ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്തതെന്നും കൂടി നിങ്ങൾ ഇൻട്രഡക്ഷനിൽ ആഡ് ചെയ്യേണ്ടതാണ്. ആൻഡ് ദെൻ ഓൾസോ യു ക്യാൻ ഗീവ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഓൺ ലേണിംഗ് സ്റ്റൈൽ. എന്താണ് ലേണിംഗ് സ്റ്റൈൽ എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതൊരു വേറൊരു ടോപ്പിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് ആഫ്റ്റർ ഇൻട്രൊഡക്ഷൻ ആഡ് ചെയ്യാവുന്നതാണ്. ലേണിംഗ് സ്റ്റൈൽ മേജറായിട്ട് 3 സ്റ്റൈൽസ് ആണുള്ളത്: വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കൈനസ്തെറ്റിക്. സോ അതിനെക്കുറിച്ചിട്ട് ലേണിംഗ് സ്റ്റൈലിനെ കുറിച്ചിട്ടൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ആൻഡ് ദെൻ ഒബ്ജക്റ്റീവ്സ്. പിന്നെ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ഒന്ന് ഒബ്ജക്റ്റീവ്സ്. അതായത് ഈ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള നിങ്ങളുടെ എയിം എന്താണ് എന്നത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പം ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഓഫ് കോഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡൈവേഴ്സ് ലേണിംഗ് സ്റ്റൈൽ എമംഗ് സ്കൂൾ ചിൽഡ്രൻ. അപ്പോൾ നിങ്ങൾക്ക് അധികം ഇത് പിയർ ഗ്രൂപ്പിൻ്റെ ഇടയിൽ കണ്ടക്ട് ചെയ്യാൻ ചാൻസസ് കുറവാണ്. പക്ഷേ നമുക്കറിയില്ല ഓരോ കോളേജിൽ നിന്ന് എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ പോയിട്ടുള്ളത്. ബിക്കോസ് സ്കൂളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം അധികം ഇത് എമംഗ് സ്കൂൾ ചിൽഡ്രൻ അവരുടെ ലേണിംഗ് സ്റ്റൈൽ പ്രിഫറൻസസ് മനസ്സിലാക്കാൻ, അതാണ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഏറ്റവും കൂടുതൽ ഏത് സ്റ്റൈലാണ് കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റഡീനെ കൊണ്ട് നമുക്ക്, ഈ ഒരു പെർട്ടിക്കുലർ ടാസ്കിനെ കൊണ്ട് നമുക്ക് പോസിബിളാണ്. ആൻഡ് ദെൻ അവരുടെ ഏരിയാസ് ഓഫ് ഇൻ്റലിജൻസ് മനസ്സിലാക്കാൻ പറ്റും. ഹോവാർഡ് ഗാർണറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസിൽ വരുന്നതാണ്. ലൈക്ക് കൈനസ്തെറ്റിക്, വിഷ്വൽ, ഓഡിറ്ററിക്ക് അതിൻ്റെ അണ്ടറിൽ വരുന്നത്. സോ കുട്ടികളുടെ ആ ഏരിയ ഓഫ് ഇൻ്റലിജൻസ് ഏതാണെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇങ്ങനെ ഒരു വാരീഡ് ആൻഡ് ബോയ്സ് ആണോ ഗേൾസ് ആണോ, ബോയ്സ് ആൻഡ് ഗേൾസിലുള്ള ലേണിംഗ് സ്റ്റൈൽ പ്രിഫറൻസസിൽ ചേഞ്ചസ് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണോ, ഈ ഒരു സ്റ്റഡീനെ കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതൊക്കെ ഈ ഒരു സ്റ്റഡീൻ്റെ എയിമായിട്ട് നമുക്ക് പറയാം, ഈ ഒരു പെർട്ടിക്കുലർ ടാസ്കിൻ്റെ. സോ യു ക്യാൻ ആഡ് യുവർ ഓൺ പോയിൻറ്റ്സ്. ഹൈപ്പോത്തസിസ്. സോ ഇൻ ഹൈപ്പോത്തസിസ് എന്തായിരിക്കും നമ്മൾ ആഡ് ചെയ്യുക? ഹൈപ്പോത്തസിസിൽ ഏതൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു ധാരണ ഉണ്ടാവും. ഇന്ന സ്റ്റഡിയിൽ ഇന്ന കൺക്ലൂഷൻസൊക്കെ വരാനായിരിക്കാം ചാൻസ്, ഇന്ന കണ്ടെത്തലുകളെല്ലാം ആയിരിക്കാം. അതൊക്കെയാണ് നമ്മൾ ഹൈപ്പോത്തസിസിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് മേ ബി നിങ്ങൾക്ക് പറയാം ഒരു ഹൈപ്പോത്തസിസ് വിൽ ബി ലൈക്ക് ഓരോ സ്റ്റുഡൻറ്റും വിൽ ബി ഹാവിങ് എ ഡിഫറെൻറ്റ് ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ലേണിംഗ് സ്റ്റൈലായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം മേ ബി മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ്, മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് വിൽ ബി ഫോളോയിങ് അല്ലെങ്കിൽ വിൽ ബി പ്രിഫറിങ് എ ഓഡിറ്ററി ലേണിംഗ് സ്റ്റൈൽ ഓർ വിഷ്വൽ ലേണിംഗ്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് തോന്നുക, അല്ലേ വേണമെങ്കിൽ ഇങ്ങനൊരു ഹൈപ്പോത്തസിസ് പറയാം. ലൈക്ക് ബോയ്സ് വിൽ ബി കൂടുതലും ഒരു വിഷ്വൽ സ്റ്റൈലും
ഗേൾസ് ഒരു ഓഡിറ്ററി സ്റ്റൈലും ആയിരിക്കും പ്രിഫർ ചെയ്യാൻ ചാൻസ് കൂടുതൽ. ഇങ്ങനത്തെ കുറച്ച് ഹൈപ്പോത്തസിസും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ ആഫ്റ്റർ ദ സ്റ്റഡി ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. സോ ബിഫോർ ദ സ്റ്റഡിയാണ് ഇത്തരം ഹൈപ്പോത്തസിസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ദെൻ കംസ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷനിൽ നിങ്ങൾ എന്താ ആഡ് ചെയ്യേണ്ടത്? ഹൗ യു ഹാവ് കളക്റ്റഡ് യുവർ ഡാറ്റ. ഏത് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിലാണ് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത്, അതിലെത്ര ബോയ്സ് എത്ര ഗേൾസ്, എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റനെയർ ആണോ, ഇൻ്റർവ്യൂ ആണോ, ഒബ്സർവേഷൻ ആണോ, എന്ത് യൂസ് ചെയ്തിട്ട് ഏത് ടൂൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനത്തെ ഒക്കെ ഒരു ബ്രീഫിംഗ് ആണ് നിങ്ങൾ ഡാറ്റ കളക്ഷനിൽ കൊടുക്കുക. ആൻഡ് ദെൻ ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനാലിസിസിൽ നിങ്ങൾ കളക്ട് ചെയ്ത ഡാറ്റേൻ്റെ പ്രകാരമുള്ള നിങ്ങളുടെ ആ ഒരു അനാലിസിസ് നിങ്ങൾ കൊടുക്കണം. അതായത് ഇത്ര ബോയ്സ് ആൻഡ് ഗേൾസിൽ ബോയ്സ് പ്രിഫർ ചെയ്ത സ്റ്റൈല് അധികം മെജോറിറ്റി സ്റ്റൈല് ഇന്ന സ്റ്റൈലായിരുന്നു, ഗേൾസിൻ്റെത് ഇതായിരുന്നു, ടോട്ടൽ പെർസെൻറ്റേജിൽ ടോട്ടൽ സ്റ്റുഡൻസിൽ ഇന്ന സ്റ്റൈലാണ് പ്രിഫർ ചെയ്തത്, ലീസ്റ്റ് പ്രിഫേർഡ് സ്റ്റൈൽ ഇതായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങൾ കളക്ട് ചെയ്ത ഡാറ്റയിൽ നിന്നിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഡാറ്റ അനാലിസിസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. എത്ര ഈവൺ ഒരു പെർസെൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ. ഇത്ര പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഈ ഒരു സ്റ്റൈലാണ് പ്രിഫർ ചെയ്തത്, ഇത്ര പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഇങ്ങനെ ഒരു സ്റ്റൈല് ബോത്ത് ഈ രണ്ട് സ്റ്റൈലും കൂടി പ്രിഫർ ചെയ്യുന്നത് കണ്ടു. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഡാറ്റയുടെ അനാലിസിസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നൗ നെക്സ്റ്റ് അപ്പൻഡിക്സ്. അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഒബ്സർവേഷൻ മെത്തേഡ് ആണെങ്കിൽ അതൊന്നും പോസിബിൾ അല്ല. അതായത് സ്കൂളൊന്നും തുറക്കാത്തത് കൊണ്ടും പിന്നെ ഇറ്റ് ടേക്സ് ടൈം. സോ മോസ്റ്റ് പ്രോബബ്ലി അധികം ആൾക്കാരും ഒരു ക്വസ്റ്റനെയർ ആയിരിക്കാം യൂസ് ചെയ്യുന്ന ഒരു ടൂൾ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഇൻസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ എന്തായാലും ടാസ്ക് ചെയ്യുക. ഒന്നെങ്കിൽ അത് ഇൻ്റർവ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി ക്വസ്റ്റനെയർ. സോ ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റനെയറിലാണ്. അതിൻ്റെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമ്പിൾസും ഞാനിവിടെ കാണിക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്: നിശബ്ദമായ സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനാണ് എനിക്കിഷ്ടം. സോ യെസ് ഓർ നോ, ആ ഒരു ബേസിസിലുള്ള ഇവിടെ ടിക്ക് ചെയ്യാനും റോങ് മാർക്ക് ചെയ്യാനാണ്. സോ അതിൻ്റെ ബേസിസിലാണ് ഞാൻ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത്. സോ ഓൾമോസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. പാഠഭാഗം മൊത്തമായി പഠിക്കുന്നതിനേക്കാൾ ചെറിയ ഭാഗങ്ങളാക്കി മനസ്സിലാക്കുകയാണ് ചെയ്യാറ്. സോ ഓരോരുത്തരുടെയും ഒരു സ്റ്റൈൽ ഓഫ് ലേണിംഗ് എന്താണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇടാൻ നിങ്ങൾ ശ്രമിക്കുക. സെയിം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണമെന്നില്ല, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. ദെൻ ഫൈനലി കൺക്ലൂഷനാണ്. കൺക്ലൂഷനിൽ നിങ്ങളുടെ ഡാറ്റ അനാലിസിസിൽ നിങ്ങൾ കളക്ട് ചെയ്ത സാധനങ്ങളും നിങ്ങളുടെ ഹൈപ്പോത്തസിസും ഇത് രണ്ടും തമ്മിലുള്ളൊരു കമ്പാരിസണും ഒക്കെ നിങ്ങൾക്ക് ആ കൺക്ലൂഷനിൽ ആഡ് ചെയ്യാം. മേ ബി നിങ്ങളുടെ ഹൈപ്പോത്തസിസിന് വിപരീതമായിട്ടുള്ളൊരു ഡാറ്റ ആയിരിക്കും നിങ്ങൾക്ക് ഡാറ്റ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. സോ അതിൻ്റെയൊക്കെ ഒരു കമ്പാരിസണും അതുപോലെ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഏത് സെറ്റ് ഓഫ് സ്റ്റൈലാണ് പ്രിഫർ ചെയ്തത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കൺക്ലൂഷൻ നിങ്ങൾക്ക് കൺക്ലൂഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പെർട്ടിക്കുലർ ടാസ്ക്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ടാസ്ക് ചെയ്യേണ്ടതെന്ന്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്പിംഗ്. താങ്ക് യു.